എൻ്റെ പേര് സ്മിലിഷ. ഞാൻ ഇന്നൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതേ, എൻ്റെ ലൈഫിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നം മേ ബി എനിക്കുണ്ടാവാം. ഞാൻ ഒരു 3 മാസം മുന്നേ കല്യാൺ സിൽക്സിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നം വന്നു. അതിലുപരി ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ എന്നെ ഓക്കെ ആക്കി എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ പെട്ടെന്ന് വർക്കിന് കയറിയതാണ്. ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ ജീവിതത്തിൽ പരിചയപ്പെടുന്നുണ്ട്. കുറേ പേര് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുണ്ട് കേട്ടോ. അതിൽ ഒരു വ്യക്തിയാണിത്. അതായത് ഞാനൊരു ആഴ്ചയിലൊക്കെ എപ്പോഴെങ്കിലും അവരുടെ വീട്ടിലെ 1-2 കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ സമയത്ത് ആൾ ഫിനാൻഷ്യലി നല്ല ഫ്രീഡം ഉള്ള ഒരാളാണ്. മക്കളൊക്കെ വെൽ സെറ്റിൽഡ്. പക്ഷെ ആളെ കണ്ടാൽ അങ്ങനെയൊന്നും പറയില്ല. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് എത്രത്തോളം നോളജ് ഉണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല ആളെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ നോർമലി ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ആൾ എങ്ങനെയാണ് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ സംസാരിക്കും. ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. എന്തുകൊണ്ടോ അറിയില്ല, ആൾക്ക് എന്നോട് ഇഷ്ടമായി, എന്നെ ഇഷ്ടമായി. എന്നിട്ട് ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പം അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട് 1-2 പ്രാവശ്യം. പിന്നെ 3-ാമത്തെ പ്രാവശ്യം എന്നെ തിരഞ്ഞു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കണം, ടൈമിന് ഫുഡ് കഴിക്കണം, എപ്പോഴാണ് ഫുഡ് കഴിക്കുക, ഹെൽത്തൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് പറയാം, ഒരുപാട് മിസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ നമ്മളെ ലൈഫിൽ നമ്മളെന്താ എങ്ങനെയെന്നൊന്നും അറിയാത്തൊരു ഒരാൾ നമ്മളോട് അങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ എന്താ പറയുക, പിന്നീട് അദ്ദേഹം എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഒരു മോളെ പോലെ നമുക്കൊരു പരിഗണന തരുന്ന സംസാരം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇപ്പോഴട്ടോ എനിക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് ഉള്ളിൽ. എന്താ പറയുക, ഇങ്ങനൊരു വ്യക്തി നമുക്ക് വേണ്ടി സംസാരിച്ചു. അല്ലെങ്കിൽ എടാ ഫുഡ് കഴിച്ചോ, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. അതേപോലെ അന്ന് ബില്ല് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും നോക്കാതെ കുറച്ച് ക്യാഷ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. നീ ഇത് വെക്കുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ക്യാഷിൻ്റെ ഇതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് നമ്മളോട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് തോന്നുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിന് എത്രത്തോളം വലിപ്പമുണ്ട് അല്ലേ, ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു രീതി. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള സെൽഫിഷായിട്ടുള്ളൊരു രീതിയിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു, ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു, എനിക്കൊരു അത്ഭുതമാണ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയും മനുഷ്യന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, ഈഗോ ആണ്, ക്ലാഷാണ്, അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ മനുഷ്യന്മാരെ സ്നേഹിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. നമ്മളിങ്ങനെ പറയും മനുഷ്യന്മാർ തമ്മിൽ അടിയാണ്, പിടിയാണ്. പക്ഷെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരാളെ പരിഗണിച്ച് കഴിഞ്ഞാൽ ആ പരിഗണന തിരിച്ചും കിട്ടും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ഇത് എൻ്റെ എന്താ പറയുക ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് അങ്ങനെ എനിക്ക് ആ ഒരു പരിഗണന തന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങളെ ലൈഫിലുണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരാളെങ്കിലും. എനിക്കിപ്പോഴും അദ്ദേഹത്തിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നോ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ നമുക്ക് തന്ന ആ ഒരു ടൈം, നമ്മളെ പരിഗണിച്ചൊരു ടൈം, അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചത്. ഇപ്പോൾ നീ ടൈമിൽ ഫുഡ് കഴിക്കണം, എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം. എന്നുവെച്ചാൽ വേറെ വർക്ക് നോക്കണം, ഹെൽത്ത് നോക്കണം, ഇപ്പോൾ ഒരു നല്ലൊരു ഏജാണ്, ഏജിൽ കുറച്ചുകൂടി സെറ്റിൽ ആവണം. അങ്ങനെ അവരെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ എന്നോട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എത്രത്തോളമാണ് നമ്മളൊന്നും അറിയാത്തൊരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് അറിയപ്പെടുമ്പോൾ ഉണ്ടല്ലോ, നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊരു അടിപൊളിയാണ്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഒരാൾ? അങ്ങനെ ഒരാളെ മെൻഷൻ ചെയ്യും. താങ്ക് യു സോ മച്ച്.